മനസ്സിലാവുള്ളൂ. കാരണം വല്ല കുറച്ച് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ കൂടി പോയാൽ പിന്നെ മറ്റേ കണ്ടില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണ്ടേ അതാണ്. ഇതിപ്പോൾ കുറച്ച് ഓവർ ആയ പോലെ ഉണ്ട് ഈ ലിപ്സ്റ്റിക്. അതിനൊന്ന് കുറച്ച് മിനിമൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റുഡിയോത്തെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഓർണമെന്റ്സ് കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഓർണമെന്റ്സ് വലിയ സാധനമല്ല, ചെറിയ സിമ്പിൾ ചെയിൻ, സിമ്പിൾ ഇയറിംഗ്സ്, ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ബാഗ്, അത് ഡ്രസ്സിനനുസരിച്ച് ഡിപ്പെൻസ് ആട്ടോ. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ ലുക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവുക ചെയ്യുന്നത്. ലിപ്പാമൊന്നും എന്താ ലിപ്പിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അവിടെ കൊണ്ടുപോയി യൂസ് ചെയ്യുന്നത്. കുറേ ഞാനൊക്കെ പണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഇവരെ കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി തേക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും സീനാണ്, കാരണം നമ്മൾ മുഖത്ത് കുരു വരും. മറ്റേ നേരെ ലിപ്സ്റ്റിക് ഇടുകയായിരുന്നു ചെയ്യില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇടല്. അപ്പോൾ ഞാനങ്ങനെ നോക്കിയാൽ എന്താ ഇതിൻ്റെ ഡിഫറൻസ്, കാരണം ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ മനസ്സിലായി ആ ഒരു ഫിനിഷിംഗ് കിട്ടുന്നത് ഈ ഒരു ലിപ് ലൈനർ കൂടെ യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫിനിഷിംഗ് കിട്ടുന്നത് എനിക്ക് മനസ്സിലായി എൻ്റെ ഒബ്സർവേഷനിലൂടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അന്നാസ് യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഞാനിപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ലൈക്ക് വല്ല കഫേനെങ്ങാനും പോകാമെന്ന് വിചാരിച്ചു. സോ അതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളെല്ലാവരും ചാടുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഇടാൻ പോണ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ്. ഈ ഒരു ജീൻസും അതുപോലെ തന്നെ ഈ ഒരു അഗെയിൻ ഓ മൈ ഗോഡ്, ഈ ഒരു കുപ്പായമാണ്, ഒരു ടോപ്പുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഗെറ്റ് റെഡി ആവാം. സോ നമ്മൾ റെഡി ആകാൻ പോവാണ്. ഓൾറെഡി ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം എന്താ ഫേസിൽ ചെറുതായിട്ട് മീൻസ് ഞാൻ മെയിനായിട്ട് ചെറിയ നോർമലി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐ മീൻ വലിയ ഓവർ മേക്കപ്പ് ഇല്ലാണ്ട് ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് മാമാ എർത്തിൻ്റെ റൈസ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 month ആയിക്കണേ. കാരണം ഇപ്പോൾ അടുത്താണ് ഞാൻ ഈ മാമാ എർത്തിൻ്റെ ഇത് വാങ്ങിയത്. യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എന്താ കുഴപ്പമില്ല, നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇത്. നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ ഡേറ്റാണ് വാങ്ങിയത്. അതായത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ലൈക്ക് നോർമൽ നിവ്യ അങ്ങനത്തെ ടൈപ്പ് ലിപ് ബാമായിരുന്നു. ബട്ട് പിന്നെയാണ് മനസ്സിലായത് ഈ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി റെഡി ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡീകൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ വിസ്കർ അതുപോലത്തെ വല്ല PF ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ, മറ്റേ SPF ആണെങ്കിൽ സോറി. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്താൽ നമ്മളെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും മാറുന്നതാണ്. സോ ഇങ്ങനത്തെ ലിപ് ബാംസ് യൂസ് ചെയ്യുക. ഓക്കെ, എനിക്കിപ്പോൾ റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈം ആകുമ്പോഴായിരിക്കും എനിക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇതാണ് ബെറ്റർ എന്നാണ് കേൾക്കൽ. ഓക്കെ, സോ നെക്സ്റ്റ് ഞാനിപ്പോൾ പോണ്ടിച്ചേരിയാണ് പഠിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഗൈസ്. ചൂടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്തായാലും മറക്കാതെ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് എൻ്റെ സൺസ്ക്രീൻ. യെസ്, ഞാനിവിടെ ഫോക്സിയലിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യല്. ഞാൻ ഏകദേശം ഞാൻ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ അക്വോളജിക്കൻ്റെ സൺസ്ക്രീനാണ്. സ്റ്റിൽ ഞാൻ അക്വോളജിക്കൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ മാറിയാണ് യൂസ് ചെയ്യല്. ആക്ച്വലി എപ്പോഴും ഞാൻ ഈ സൺസ്ക്രീൻ തന്നെ അല്ല യൂസ് ചെയ്യല്. അതായത് അക്വോളജിക്ക് ഉണ്ട് എൻ്റെ അടുത്ത്, അതുപോലെ ഡോട്ട് ആൻഡ് കീൻ്റെ ടിൻഡഡ് സൺസ്ക്രീൻ മീൻസ് നമുക്ക് മേക്കപ്പ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ വല്ല ഫംഗ്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ടിൻഡഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ സൺസ്ക്രീൻ പ്ലസ് മേക്കപ്പിൻ്റെ ഒരു ഫീലാണ് കിട്ടുക. ഓക്കെ, പിന്നെ ഏതായിരുന്നു, പിന്നെ സൺസ്കൂപ്പിലൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അത് ലൈക്ക് സ്പ്രേ ആണ്. അത് ഈസിയാണ്, പക്ഷേ കുറച്ച് ഞാൻ വാങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോട്ട് അത് കട്ട പിടിക്കുന്നുണ്ട്. അതിൻ്റെ ആ ലിക്വിഡ് ഉള്ളിൽ നിന്ന് കട്ട പിടിക്കുക. അപ്പോൾ പിന്നെ ഞാനതവിടെ ഒഴിവാക്കി. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ഫോക്സിയലിൻ്റെ സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീൻ ഇത് ഞാനിപ്പോൾ അടുത്തായിട്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 2 or 3 ഫിംഗർ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഞാൻ നോർമൽ 2 ആണ് യൂസ് ചെയ്യൽ. അധികം നല്ലൊരു വെയിലുണ്ടെങ്കിൽ മേ ബി 3 യൂസ് ചെയ്യും. 2 ആണ് യൂസ് ചെയ്യുന്നത്.
കോൺട്രാസ്റ്റ് ഫീൽ ഉണ്ടാവും. പക്ഷെ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്താൽ ലൈക്ക് അത് പോകുന്നതാണ്. ലൈക്ക് നന്നായിട്ട് മീൻസ് കുറേ നേരം എന്നല്ല, കുറച്ച് നേരം നമ്മൾ എന്തായാലും നമ്മൾ മുഖത്ത് എല്ലാ സൈഡിലേക്ക് വെക്കണ്ടേ, ആ ഒരു ടൈം മതി ഇതൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഓക്കെ, സോ ഇപ്പോൾ ഫേസിൽ ഒന്നായിട്ട് ഇടേണ്ട ആകെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ യൂസ് ചെയ്യുന്നത് ലിപ് ലൈനർ. ഓക്കെ, ലിപ് ലൈനർ പണ്ട് ഞാൻ നേരെ ലിപ്സ്റ്റിക്ക് ഇടുകയായിരുന്നു ചെയ്യല്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടല്. അപ്പോൾ ഞാനങ്ങനെ നോക്കിയാൽ ലൈക്ക് എന്താ ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ട്, കാരണം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ മനസ്സിലായി ആ ഒരു ഫിനിഷിങ് കിട്ടുന്നത് ഈ ഒരു ലിപ് ലൈനർ കൂടെ യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫിനിഷിങ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഒബ്സർവേഷനിലൂടെ. സോ ഞാൻ അന്ന് വാങ്ങിയതാണ് ഈ ഒരു മാർസിൻ്റെ എന്താ ഇതിൻ്റെ റെഡ് ചീസ് അതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഷെയ്ഡ് പറഞ്ഞാൽ എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഷെയ്ഡാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ബ്രൗൺ ഷെയ്ഡ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയ ഒരു ലിപ് ലൈനറാണിത്. സോ ഇത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഏതാ ഷെയ്ഡ് DL027 കാണിച്ചിട്ട് ഇത് എന്താ സംഭവം എനിക്ക് എന്ത് പോടാ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ജസ്റ്റ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഐ മീൻ കുറച്ചേ യൂസ് ചെയ്തുള്ളൂ. ഇത് അത്യാവശ്യം നല്ല കളറുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേറെ പരിപാടികളാണ്. അതായത് ഈ ഒരു ലിപ്സ്റ്റിക്ക് പറഞ്ഞാൽ ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ചെറി എന്നാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ പേര്. ഓക്കെ, ചെറി ദിസ് വൺ വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട്. ഇതിപ്പോൾ കുറച്ച് ഓവറായ പോലെ ഉണ്ട് ഈ ലിപ്സ്റ്റിക്ക്. അതിനൊന്ന് കുറച്ച് മിനിമലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റുഡിയോത്തെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് പറഞ്ഞാൽ മാറ്റ് സ്പൈസ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു പറയുക. സോ ഈ ഒരു ലിപ്സ്റ്റിക്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്കിനെ ഇച്ചിരി ഒന്ന് ലൈറ്റാക്കും. ഓക്കെ, ഒന്നായിട്ട് കൂടിയ പോലെ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്, ഒന്നായിട്ട് തിന്നാൻ പോവുകയാണ്. ഗൈസ് എന്തോ ചെയ്യാൻ എല്ലാം അറിയാം. ഇങ്ങനെ എന്തായാലും വായൻ്റെ ഉള്ളിലേക്ക് പോകും, അങ്ങനത്താണ്. ലൈക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് ഒരു ലൈഫ് ഇല്ല ഗൈസ്. ഞാൻ എന്ന് തുടങ്ങിയതാണ് ഇടാൻ, 2 ദിവസത്തായി കാണും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഐബ്രോ പെൻസിൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മാസമായി കാണും. അപ്പം അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യല്ലായിരുന്നു. എന്തിനാ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം, ആ ഒരു ബേസിലായിരുന്നു. പിന്നെയാണ് എനിക്ക് ഓടിയത് ഈ ഐബ്രോ നമ്മളെ ഒരു മേക്കപ്പിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഐബ്രോ ഫില്ലിംഗ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐബ്രോ ഫില്ലിങ് തുടങ്ങിയത്. എനിക്കത് നല്ല ചേഞ്ചും ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഐബ്രോസും കൂടെ നമ്മുടെ ഈ മേക്കപ്പിൽ തന്നെ ഉൾപ്പെടുത്തണം. ലൈക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇതും കൂടെ വന്നാൽ ആ ഒരു എനിക്ക് വല്ലാണ്ട് പിരികല്ല. അപ്പം കുറച്ച് ഐബ്രോ പെൻസിലിൻ്റെ ആ ഒരു ജസ്റ്റ് വല്ലാണ്ട് ഇങ്ങനെ വരികയല്ല, ജസ്റ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ജസ്റ്റ് ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു ഇതിനേക്കാളും ഒരു 1 or 2 മുകളിലോട്ട് പ്ലസ് ചെയ്യുക. ലൈക്ക് അത്രേ ഉള്ളൂ, ജസ്റ്റ് ഷെയ്ഡിങ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് വരച്ചങ്ങട്ട് ഇടരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ഇത് എന്താ പറയുക, നമ്മളെ ഈ ഒരു മേക്കപ്പ് അത് ആ ഒരു ഫുൾ ലുക്കിനെ കുറച്ചുകൂടെ ഒരു ഭംഗി വരുത്തുന്നതാണ്. സോ ഇടുന്നത് നല്ല ലൈക്ക് സ്ലോലി ആയിട്ട് നല്ല ജസ്റ്റ് ഒന്ന് നമ്മളെ പിരിയത്തിൻ്റെ ഷേപ്പ് പോലെ. ഞാനാണ് ഇതുവരെയായിട്ടും ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പിരിയത്തിന് വലിയ ഷേപ്പൊന്നുമില്ല, ഇത് ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അപ്പം എന്താ പറയുക ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഐബ്രോ ഷെയ്ഡിങ് കഴിഞ്ഞു. ഇനി അടുത്തത് ഐലൈനറാണ്. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പണ്ട് മുതലേ വാങ്ങുന്നൊരിതാണ് ഈ ഡാസ്ലറിൻ്റെ ഐലൈനർ. പിന്നെ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ഐലൈനർ യൂസ് ചെയ്യില്ല. പിന്നെ വീണ്ടും ലൈക്ക് ഇപ്പോൾ എപ്പോഴും യൂസ് ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ഇങ്ങനെ വല്ലപ്പോഴും അവിടെ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യും.
ക്ലാസ്സിലേക്ക് പണ്ട് യൂസ് ചെയ്യലായിരുന്നു, പിന്നെ ഒരു ടൈമിന് യൂസ് ചെയ്ത് തുടങ്ങി, പിന്നെയും നിർത്തി, പിന്നെയും യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ്. അത് നമ്മളെ മൂഡിനനുസരിച്ചിട്ട് ഉണ്ടാവും. മൂഡും ടൈമും അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടൈം. അതായത് നമ്മളൊരു 10 മണിക്കുള്ള ക്ലാസ്സിൽ ഒരു 9:30 എണീറ്റെങ്കിൽ ഹൈലൈറ്ററും കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഇതാക്കുമ്പോൾ തന്നെ ടൈം എടുക്കും. അതായത് 10 മണിയാവും. അല്ലെങ്കിൽ ഒരു 9 മണിക്കാണ് എണീക്കണമെങ്കിൽ ഇതല്ല ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യും. നല്ല സ്ലോലി ആയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്പീഡ് ചെയ്യാനും ഇഷ്ടമാണ്. അതും എന്താ നമ്മുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഐലൈനർ യൂസ് ചെയ്യുക. ജസ്റ്റ് ചെറിയൊരു വര വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ വലുതായിട്ടാണ് ചെറുതായിട്ടാണ് ചെയ്യാൻ നമ്മൾ ഇട്ട് തുടങ്ങിയാലേ മനസ്സിലാവുള്ളൂ. കാരണം കുറച്ച് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ കൂടിപ്പോയാൽ പിന്നെ മറ്റേ കണ്ണിന് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണ്ടേ. യെസ്, അതാണ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇതിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും കാര്യങ്ങൾ നടക്കണം എന്നില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യം. ചെറിയൊരു ബേസിലാണ് കൊടുത്തത്. വല്ലാണ്ട് ഒരു കണ്ണ് മുകളിലോട്ടൊന്നും ആയിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റേ കണ്ണിനും ഇങ്ങനെ തന്നെ കൊടുത്തു. സോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഐലൈനർ യൂസ് ചെയ്ത് നമ്മൾ ബൈക്കുമേൽ പോകുമ്പോൾ സീൻ എന്താ വെച്ചാൽ എൻ്റെ കണ്ണിൽ നിന്നാണെങ്കിൽ വെള്ളം ഇങ്ങനെ വരും. വണ്ടിയിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ കണ്ണ് വലിച്ചാൽ എന്താ ഇവിടുത്തെ ഒക്കെ പരന്നു പോകും. ആ ഒരു സീനും കൂടെ ഉണ്ട്. പക്ഷേ അതൊന്നും വലിയ വൈനാക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അങ്ങനെ. സോ അടുത്തത് യെസ് ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ മറന്നുപോയി. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതായത് ഏകദേശം 4-5 വർഷം ഞാൻ യൂസ് ചെയ്യുന്ന സാധനം തന്നെ കേട്ടോ. ഇപ്പം അടുത്തൊന്നും തുടങ്ങിയതല്ല. അതാണ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ബ്ലഷ്. ഈ ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്ലഷാണ്. അതായത് പണ്ട് കാലത്ത്, അതായത് ഞാൻ പറയില്ല 4 വർഷമായല്ലോ, അതിൽ ഫസ്റ്റ് ആ ടൈമിന് ഞാൻ യൂസ് ചെയ്ത ബ്ലഷ് വെച്ചാൽ ഒരു ലിപ് ബാം ആയിരുന്നു. ഒരു ടിൻറ്റഡ് ലിപ് ബാം വെച്ചിട്ടായിരുന്നു ഞാൻ ബ്ലഷ് ആക്കി യൂസ് ചെയ്യല്ല. ആ ലിപ് ബാം ഇവിടെ തന്നെ ലൈക്ക് അതിൻ്റെ പിന്നെ ഞാൻ വാങ്ങിയിരുന്നു ആ ലിപ് ബാം. അത് ഇവിടെ ഉണ്ട്. അന്നത്തെ ലിപ് ബാം ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ അന്ന് ഞാൻ ആ ഒരു ലിപ് ബാം ആയിരുന്നു യൂസ് ചെയ്യല് ബ്ലഷ് എടുക്കാൻ. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഒരു തരി പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക കുരു വരുന്നത്, ലൈക്ക് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ലിപ് ബാം. പിന്നെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് ലൈക്ക് അത് ലിപ് ബാം എന്താ ലിപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുന്നു. കുറേ പേര് ഞാനൊക്കെ പണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഇവിടെ കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് തേക്കലുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും സീനാണ്. കാരണം നമ്മൾ മുഖത്ത് കുരു വരും. കാരണം ലിപ് ബാം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ലിപ്പുമ്മൽ യൂസ് ചെയ്യേണ്ട സാധനമാണ്. ലിപ്സ്റ്റിക്കും നമ്മൾ ലിപ്പുമ്മൽ യൂസ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട സാധനം അവിടെ കൊണ്ടുപോയി യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന ബ്ലഷ് എന്ന് പറയുന്ന സാധനം അത് വേറെ സാധനമാണ്. അപ്പോൾ അതിൻ്റെ സാധനം വാങ്ങിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ അതിനുശേഷം അന്ന് ഞാൻ അങ്ങനെയായിരുന്നു യൂസ് ചെയ്യൽ. അതിനുശേഷം ഞാൻ പർപ്പിൾ ആപ്പ് പരിചയപ്പെട്ടു. അങ്ങനെ അതിന്ന് ഞാൻ എന്താ പറയുക സാധനങ്ങൾ കുറേ ഓർഡർ ചെയ്ത്. അപ്പോൾ എനിക്കൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിരുന്നു, ഒരു പർപ്പിൾ പാലറ്റ്. അതിവിടെ ഉണ്ട്. ഈ ഒരു പർപ്പിൾ പാലറ്റ് എനിക്ക് പർപ്പിളിന് ഫ്രീ ഗിഫ്റ്റ് ആയി വരുന്നത്. ഞാൻ എന്തോ 1500 സംതിങ് ലൈക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു. അപ്പോൾ ഇതിലുള്ള ബ്ലഷ് ആയിരുന്നു ഞാൻ പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത്. കണ്ടോ, ഏകദേശം കയ്യാനായിരിക്കും ഈ ബ്ലഷ്. കണ്ടോ, ഇത് മാത്രമേ ഞാൻ ഇത്ര എടുത്ത് തീർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബ്ലഷ് ആയിരുന്നു ഞാൻ പിന്നെ യൂസ് ചെയ്യല്. പിന്നെ ഇതിൽ ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ എന്താ കോപ്പർ ബ്രൗൺസർ ഉണ്ട്. അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തൊട്ട് തന്നെയല്ല, അതൊക്കെ അതേ പഠിക്കുന്നുണ്ട്. കണ്ടോ, അവിടെ പിന്നെ യൂസ് ചെയ്ത് ഫസ്റ്റ് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇത് അങ്ങനെ അവിടെ ഫുൾ ഇതിങ്ങനെ ടാപ്പ് ചെയ്തതിൻ്റെ ഫുൾ ഇതുമുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലഷ് ആയിരുന്നു ഞാൻ പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇതൊരു പൗഡർ റോസി ബ്ലഷാണ്. ഇതും ഞാൻ ഹൈലൈറ്ററും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൈലൈറ്റർ ഞാൻ അധികവും നോർമലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നോർമലി യൂസ് ചെയ്യുന്നതാണ്. അത് ഡിപ്പെൻസ്. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. ആ ഒരു ബേസിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലഷ് ആയിരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ബ്ലഷ്. ഫസ്റ്റത്തെ ലിപ് ബാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഞാനിങ്ങനെ കുറേ നോക്കി കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്ലഷ് നോക്കാൻ നോക്കി. അപ്പം എനിക്ക് കിട്ടിയതാണ്, പർപ്പിൾ തന്നെ കിട്ടിയതാണ് ഈ ഒരു ബ്ലഷ്. അതായത് ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ്. ഇതിൻ്റെ
എന്തായിരുന്നു റാസ്ബെറി ഗലാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇത് പറഞ്ഞാൽ സൂപ്പർ. ഞാൻ ആകെ ഇത്രയും വാങ്ങിയിട്ടുള്ളൂ. ഞാൻ വലിയ കുറേ വാങ്ങി യൂസ് ചെയ്ത ഒരു ബ്ലഷ് വാങ്ങി യൂസ് ചെയ്ത ഒരാളൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഇത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത്. കാരണം ഇതൊന്ന് തുറന്ന് ഇത് കാണണം എന്ത് ക്രീമിയാണെന്ന് അറിയാം. ഇത് ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു ബ്ലഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ബ്ലഷ്. സോ ഐ ലവ് ദ പ്രോഡക്റ്റ്. റിയലി നൈസ്. വർക്കിംഗും ഗുഡാണ്. ഓക്കെ, നമ്മൾ കുറച്ചെടുത്തിട്ട് ടാപ്പ് ചെയ്യാം. ബ്ലഷ് ഞാൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ. ഒക്കേഷണലി ആയിട്ടോ അല്ലെ ഫങ്ഷൻസിന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലഷ്. അത് ക്ലാസ്സിന് പോകുകയാണെങ്കിൽ ഞാൻ ബ്ലഷ് യൂസ് ചെയ്യും. പക്ഷേ ബ്ലഷ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ കാണിക്കരുത്, വല്ലാണ്ട് ഓവറായിട്ട് അങ്ങനെ കാണിക്കരുത്. ഇങ്ങനെ ബ്ലഷ് ബ്ലെൻഡ് ചെയ്ത് അത് വൃത്തിക്കിടണം. ഓക്കെ, അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നാൽ ഭയങ്കര ബോറായിരിക്കും. എന്താ ഒരു ഫീൽ ചെയ്ത് എല്ലാവരും നോക്കുന്ന ആ സാധനം കേട്ടോ. സ്വയം തന്നെ നമ്മൾ അതൊരു മിനിമൽ ഇതിൽ നിൽക്കുമ്പോഴാണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. സംഭവം ഇട്ടോന്ന് വെച്ചാൽ ഇട്ട്, തില് കഴിച്ചാൽ ഇട്ട്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഹെയർ ഇതാക്കാം. അതായത് ഞാൻ പോണിറ്റെയിൽ കെട്ടാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ പോണിറ്റെയിൽ കെട്ടാൻ ചെറിയ ബാക്കിലൊരു ബാഗാലായിക്കൂട്ടി ഇരിക്കുന്നുണ്ട്. സോ അവൾക്ക് ചെറുതായിട്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ലൈക്ക് ഞാൻ മുടി കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറപ്പിക്കുമ്പോൾ ലൈക്ക് അവളെ മുഖത്തേക്ക് ഇങ്ങനെ എപ്പോഴും തട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതൊരു കാര്യമാണ്. പിന്നെ മുടി ഫ്രിസി ആവും, അതൊരു വേറെ കാര്യം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ഞാൻ ക്ലിപ്പ് വെച്ചിട്ട് കുത്താമെന്ന് വിചാരിച്ചു. ലൈക്ക് ദിസ്. ഈ ക്ലിപ്പ് എടുത്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് മുടി കോംപ് ചെയ്യാം. ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ക്ലിപ്പ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. സോ ഇനി നമുക്ക് കുറച്ച് മല കമ്മൽ സാധനങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫുൾ കറക്റ്റ് ആവും. സോ ഈ ഒരു മാല കമ്മൽ എന്നൊക്കെ യൂസ് ചെയ്യുന്ന പറയുകയാണെങ്കിൽ പണ്ട് മീൻസ് ഒരു 2 മാസം മുന്നേ വരെ ഞാൻ ഈ ഒരു ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യലായിരുന്നു. അതായത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യും. അതായത് ഓണം അല്ലെങ്കിൽ ഇതിനൊക്കെ കമ്മലൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യാല്ലാണ്ട് ഞാൻ ഈ ഓർണമെൻറ്റ്സ് തീരെ യൂസ് ചെയ്യില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞത്, എന്താ ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യ്, അത് കുറച്ചുകൂടെ രസമാണ്, കാണാൻ ഭംഗിയുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കേട്ട് എന്താ പറയുക ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ കറക്റ്റാണ്. നമ്മുടെ ഓർണമെൻറ്റ്സ് കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഓർണമെൻറ്റ്സ് ഒരു വലിയ സാധനങ്ങളല്ല, ചെറിയ സിമ്പിൾ ചെയിൻ, സിമ്പിൾ ഇയറിങ്സ്, ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ബാംഗിൾസ്, അത് നിങ്ങളെ ഡ്രസ്സിനനുസരിച്ച് ഡിപ്പെൻസ് ആട്ടോ. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ ലുക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവുക ചെയ്യുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നോക്കണം. അതായത് വളരെ ഓവർ ആവാണ്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം കുർത്തിക്കും അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ ടീഷർട്ടിനും രണ്ടും കൂടെ പറ്റിയ ചെയിൻസ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സിമ്പിൾ ചെയിൻസ് അങ്ങനത്തെ ഒരു ചെയിനാണിത്. അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ലുക്കൊരു ബെറ്റർ ആവുക, അല്ലാണ്ട് അത് കുറയുകയല്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ചെയിന്. ഞാൻ ഇതിന് മുന്നേ ചെയിൻ വാങ്ങിയിരുന്നു, പക്ഷേ അതെനിക്ക് ഇഷ്ടമാണ് പണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ചെയിൻ വാങ്ങിയാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചെയിൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ബേസിൽ തന്നെ ഞാൻ നോക്കി വാങ്ങിയതായിരുന്നു. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ഒരു ചെയിനുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെയിനാണ് ഇത്. ഞാൻ കുർത്തിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യേണ്ടത്, എല്ലാത്തിനും മാച്ചിങ്ങുമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഒരു ഷെല്ല് ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് ആണ്. ആക്ച്വലി ഇതൊരു കോമ്പോസെറ്റാണ്. ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് വാങ്ങിയതാണ്. ഇത് ഏകദേശം ഒരു 6 പെയർ ഓഫ് ഇയറിങ്സ് ആണ്. ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇതിൽ
ഇങ്ങനത്തെ ചെറിയ സ്റ്റഡും ഉണ്ട്, അല്ലാണ്ട് ഇങ്ങനെ തൂക്കിയിട്ടുള്ള മറ്റെന്താ പറയുക, ജുക്കല്ല, ജുക്ക കഴിയുമ്പോൾ വേറെ തന്നെ സാധനമാണ്. അതുമാതിരിത്തെ സംഭവങ്ങളും ഉണ്ട്. ഞാൻ വരും ബ്ലോഗിൽ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വാച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് യൂസ് ചെയ്ത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞു, മേക്കപ്പ് പരിപാടികൾ കഴിഞ്ഞു. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ, നമ്മൾ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.